ഇന്ത്യയിലെ കാത്തലിക്സ് ആണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ RSSും BJP ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ട്. അത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നതൊന്നും അല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ചരിത്രം എടുത്ത് വായിച്ചു നോക്കുക. അന്ന് മുതൽ ഇന്ത്യയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അന്ന് ഈ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഭയപ്പെടാത്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിലുള്ളവർ, അവർ ഈ പറയുന്ന RSSും BJP അതിനെ ഭരിക്കുന്നവർ, അതേപോലെ PC ജോർജ് എന്ന് പറയുന്ന വൃത്തികെട്ടവനും അയാളുടെ മകനെ ഞാൻ പറയുന്നത്, മകനൊരു ജെന്റിൽമാന്, ഈ ആൾക്കാരൊക്കെ പറയുന്ന ഓലപ്പാമ്പ് കാട്ടിയൊന്നും വരട്ടാൻ ശ്രമിക്കരുത്. അവർ തീയിൽ കുരുത്തവരാണ്. ഈ ആദിവാസി മേഖലയിൽ പോയി വർക്ക് ചെയ്യുക, ചാരിറ്റി വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും 1 രൂപ പോലും ഒന്നും പ്രതിഫലമില്ലാതെ ആ ജനങ്ങൾക്ക് വേണ്ടി ആ സേവനം ചെയ്യുന്ന ഏറ്റവും മോശമായ പരിസ്ഥിതിയിൽ, ക്ലൈമറ്റിൽ, അസുഖമുള്ളിടത്ത് അവിടെ വർക്ക് ചെയ്യുന്നവർ, അവരെ ഇതൊന്നും കാട്ടി വരട്ടിക്കൊണ്ട് കാര്യമൊന്നുമില്ല. അവർ സേവന തൽപരരായിട്ട് തന്നെ 24 hours ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരെ ഈ റെയ്ഡും കീടൊന്നും നടത്തി അവരെ വരട്ടിക്കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് പറയുന്ന കേരളത്തിലെ ചില സംഘപരിവാറിൻ്റെ ചാനലിനകത്തൊക്കെ പറയുന്നു മാടയാണ് കോടയാണ്, അത് ചെയ്തു ഇത് ചെയ്തു. ഒരു കാര്യം പറയാൻ, കേരളത്തിലെ ഇന്ത്യയിലെ കാത്തലിക് സഭ അവരാരെയും കൺവേർട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഉറപ്പായിട്ടും ഇവാഞ്ചലിക്കൽ സഭ, പെൻഡക്കോസ്റ്റ് മാസീവായിട്ട് കൺവേർഷൻ നടത്തുന്നുണ്ട്. അവർ തുടരുക തന്നെ ചെയ്യും. കാരണം ഇന്ത്യയിലെ ജാതി ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ നിലനിൽക്കുന്നു. ഈ കൺവേർഷൻ മാസീവാകും. 2050 ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ, ഹിന്ദുക്കൾ ഇന്ത്യയിൽ മൈനോറിറ്റി ആകും. കാരണം ഈ ജാതി വ്യവസ്ഥയാണ് ഇതിനകത്തെ കാര്യം. അത് കണ്ടിന്യൂ പ്രോസസ്സായിട്ട് പോവുകയാണ്. എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്? കാരണം നേപ്പാൾ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാജ്യമായിരുന്നു. ഒരു ബേസിക്കലി ഹിന്ദു ബേസ് ഐഡിയോളജിയിലുണ്ടായ ഒരു രാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാളിൽ കഴിഞ്ഞ 10 വർഷം 15 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഇന്ത്യയിൽ വരാൻ 2050 നിങ്ങളും ഞാനും കാണും. ഞാൻ ജീവനോടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ജീവനോടിരിക്കുകയാണ്, നിങ്ങളും കാണും. ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി, ഇവർ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ഹിന്ദു കമ്മ്യൂണിറ്റി, അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ലോവർ കാസ്റ്റ് മുഴുവൻ ഹിന്ദു കമ്മ്യൂണിറ്റി നിന്ന് വിട്ടുപോകും. അവർ കൺവേർട്ടാകും. കാരണം ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ഉച്ചനീച തത്വങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അവർ ഈ കാത്തലിക് സഭയുടെ വർക്ക് അന്നും കാര്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.